السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ പരമായ അനുഗ്രഹത്താൽ 2 കിതാബുകളാണ് നമ്മൾ പൂർത്തീകരിച്ചത്. ഏകദേശം 1800ഓളം ഹദീസുകൾ പഠിച്ചു കഴിഞ്ഞു. 3ാമത്തെ വാല്യത്തിലേക്ക് കയറുകയാണ്, സ്വഹീഹ് അൽ ബുഖാരി. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നോക്കാം. അടുത്ത 26ാമത്തെ കിതാബ് അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്ന ഉംറയാണ്, ഹജ്ജ് കഴിഞ്ഞിട്ട്. പിന്നെയുള്ള മുഹ്സർ മുഹ്രിം, അതായത് ഹറാമായ സ്ഥലങ്ങളിൽ ചെയ്യുന്ന വേട്ടയാടലുകളാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മക്ക ഹറമിൽ വേട്ടയാടാൻ പാടില്ല. അപ്പോൾ അവിടെ വേട്ടയാടിയാൽ അതൊരു ശിക്ഷയാണ്, അപ്പോൾ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ഇഹ്റാമിലിരിക്കുന്ന ആൾക്ക് വേട്ടയാടാൻ പാടില്ല, അയാൾ വേട്ടയാടിയാൽ അതിനും പ്രായശ്ചിത്തം ചെയ്യണം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പ്രായശ്ചിത്തം, വേട്ടയാടുന്നതിനുള്ള പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ബുക്ക്. മദീനയുടെ മഹത്വം, നോമ്പ്, തറാവീഹ്. നമ്മളിത് വിത്രാമസ്കാരത്തിൻ്റെ ഇടയിൽ വളരെ വിശദമായിട്ട് കണ്ടതാണ്, അതുകൊണ്ട് ഈ അധ്യായം വളരെ വലുതല്ല, ചെറുതാണ്. ഖദറിൻ്റെ രാത്രിയുടെ മഹത്വം, ലൈലത്തുൽ ഖദർ ആണ് ഉദ്ദേശിക്കുന്നത്. ഇഅ്തികാഫ്, കച്ചവടം, വിലപേശൽ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്ന ബുക്ക്. അസ്സലം, സമ്പത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വീതം വയ്ക്കൽ, ഒരാളെ ഒഴിവാക്കൽ, അതുമായി ബന്ധപ്പെട്ടതാണ്. പങ്കിൽ നിന്ന് ഒഴിവാക്കൽ പോലെയുള്ള എന്തോ നമുക്ക് വിശദമായിട്ട് കാണാം. ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ. ഹവാലാത്ത്, എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ കടം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോൾ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളുടെ പറ്റിയിട്ട് എന്താണ്. കഫാല, ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുന്നത്, അതായത് ഒരാളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റൊരാൾ വരുന്നതിനെ പറ്റി. ഇപ്പോൾ കച്ചവടത്തിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ സാക്ഷിയായിട്ടോ അല്ലെങ്കിൽ പങ്കുകാരനായിട്ടൊക്കെ ഒരാളുടെ പ്രതിനിധിയായി ഒരാൾ വരുന്നത്. കൃഷി, കാർഷിക വൃത്തി ആയി ബന്ധപ്പെട്ട കിതാബ്. വെള്ളം ഒഴിക്കുന്നത് അല്ലെങ്കിൽ നനയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കിതാബ്. കടം, സമ്പത്ത് പിടിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ സമ്പത്ത് മരവിപ്പിക്കുന്നത്. പാപ്പരത്വം, ബാങ്ക്രപ്സി, അതായത് ഒന്നും ഇല്ലാത്ത ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള എൻ്റെ പരിപാടികൾ എങ്ങനെയായിരിക്കും. വഴക്ക് ആയി ബന്ധപ്പെട്ട കിതാബ്. ലുഖത്ത, കാണാതെ പോയ സാധനങ്ങളായിരിക്കണം, നമുക്ക് നോക്കാം. മസാലിം, വിധി ന്യായങ്ങൾ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ കിതാബ്. പങ്ക് കച്ചവടം അല്ലെങ്കിൽ പങ്ക് ബിസിനസ്, എല്ലാ രീതിയിലും വലിയ കമ്പനിയാണെങ്കിലും വലിയ ലോക പ്രശസ്തമായ ബിസിനസ് ആണെങ്കിലും പങ്ക്, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഷെയർ, അതുമായി ബന്ധപ്പെട്ട കിതാബ്. പണയം വയ്ക്കുന്നത്, അടിമകളെ സ്വതന്ത്രരാക്കുന്നത്. മുഖാത്തബ്, സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് മഹത്വവും. സാക്ഷികളെ പറ്റിയിട്ടുള്ള കിതാബ്. സമാധാനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ സമാധാന സന്ധി ഒക്കെ ആയി ബന്ധപ്പെട്ട കിതാബ്. വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കിതാബ്. ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഈ വാല്യത്തിലെ ആദ്യത്തെ കിതാബായ ഉംറയിലേക്ക് പോകുന്നു. ഉംറയുടെ കിതാബ്, കിതാബുൽ ഉംറത്തി. ഉംറ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് ചെയ്യൽ ബാധ്യതയായിട്ട് ഉള്ളവർ, അതിൻ്റെ മഹത്വം. വുജൂബുൽ ഉംറത്തി വ ഫദ്ലുഹ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഹജ്ജും ഉംറയും എല്ലാവരുടെ മേലിലും നിർബന്ധമാണ്, അതൊരു ബാധ്യതയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൂട്ടിച്ചേർക്കുന്നു, ഉംറ ഹജ്ജിനോടൊപ്പം തന്നെയാണ് പറയുക. അല്ലാഹു അസ്സ വജലിൻ്റെ ബുക്കിൽ ഹജ്ജിനെ പറ്റി പറയുന്നു, അവിടെ ഉംറയെ പറ്റി പറയും. അതിൽ പറയുന്നത് നിങ്ങൾ നന്നായി അല്ലെങ്കിൽ കൃത്യമായി ചെയ്യുക, അതായത് അതിൻ്റെ ചര്യകൾ, അതിനകത്തുള്ള പ്രവൃത്തികൾ എല്ലാം കൃത്യമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് ചെയ്തത് അതുപോലെ. ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി. 2ാമത്തെ സൂറത്ത് 196ാമത്തെ ആയത്ത്. وقال ابن عمر رضي الله عنهما ليس أحد إلا وعليه حجة وعمرة. وقال ابن عباس رضي الله عنهما إنها لقرينتها في كتاب الله عز وجل وأتموا الحج والعمرة لله. البقرة 196. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഉംറ ചെയ്യുക എന്നുള്ളത് പാപങ്ങളെ പൊറുക്കൽ ആകുന്നു, അല്ലെങ്കിൽ പാപങ്ങളെ പുറത്തു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ആ ഉംറയ്ക്കും അതിനു മുമ്പുള്ള ഉംറയ്ക്കും ഇടയിലുള്ള എല്ലാ പാപങ്ങളെയും. ഹജ്ജൽ മബ്രൂറിൻ്റെ കൂലി എന്ന് പറയുന്നത്, സ്വീകരിക്കപ്പെട്ട ഹജ്ജ്, അള്ളാഹു സ്വീകരിച്ച ഹജ്ജ്, അതിൻ്റെ കൂലി എന്ന് പറയുന്നത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഒരു ഉംറ ചെയ്താൽ മുമ്പുള്ള ഉംറയ്ക്കും ഈ ഉംറയ്ക്കും ഇടയിലുള്ള എല്ലാ പാപങ്ങളും പുറത്തു കിട്ടും. വളരെ എളുപ്പ വഴിയാണ്, നമുക്കെല്ലാവർക്കും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ.
عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال العمرة إلى العمرة كفارة لما بينهما والحج المبرور ليس له جزاء إلا الجنة. ഹജ്ജിന് മുമ്പ് ഉംറ ചെയ്യുന്നത് മനിയത്തമറ ഖബ്ലൽ ഹജ്ജ്. ഇബ്നു ജുറൈജ് വിശദീകരിക്കുന്നു, ഇക്രിമ ബിൻ ഖാലിദ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിച്ചു ഉംറ ഹജ്ജിന് മുമ്പ് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ഹജ്ജിനുള്ള ഒരാൾ വന്നിരിക്കുകയാണ്, ആദ്യം ഉംറ ചെയ്യുന്നു എന്നിട്ടേ ഹജ്ജ് ചെയ്യുന്നുള്ളൂ, അതിനെപ്പറ്റി. ഇബ്നു ഉമർ മറുപടി പറഞ്ഞു അതിന് കുറ്റമൊന്നുമില്ല. ഇക്രിമ പറയുന്നു ഇബ്നു ഉമർ ഇതും കൂടി പറഞ്ഞു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് മുമ്പ് ഉംറ ചെയ്തിട്ടുണ്ട്. ഇക്രിമ ബിൻ ഖാലിദ് വിശദീകരിക്കുന്നു, ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായോട് ചോദിച്ചു ഇതേ കാര്യം, അത് ഇതേപോലെയുള്ള മറുപടി കിട്ടി. أخبرنا جريج أن عكرمة ابن خالد سأل ابن عمر رضي الله عنهما عن العمرة قبل الحج فقال لا بأس. قال عكرمة قال ابن عمر اعتمر النبي صلى الله عليه وسلم قبل أن يحج. عن عكرمة ابن خالد قال سألت ابن عمر مثله. أخبرنا ابن جريج قال عكرمة ابن خالد سألت ابن عمر رضي الله عنهما مثله. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഉംറ ചെയ്തിട്ടുണ്ട്? കമ അത്തമറ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുജാഹിദ് വിശദീകരിക്കുന്നു, ഉർവ ബിൻ അസ്സുബൈറും ഞാനും പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ താമസ സ്ഥലത്തിനോട് അടുത്ത്. കുറേ ആളുകൾ അവിടെ ദുഹ നമസ്കാരം നമസ്കരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിനോട് ഇവരെന്ത് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചു. അതായത് ഇതെന്താണ് ഇവർ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു അത് കേട്ടുകേൾവി അനുസരിച്ചിട്ടുള്ള എന്തോ ആണ്. അതിന് ഞാൻ ചോദിച്ചു, അതായത് ഉർവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം ഉംറ ചെയ്തിട്ടുണ്ട്? അദ്ദേഹം മറുപടി പറഞ്ഞു 4 തവണ. ഒരെണ്ണം റജബ് മാസത്തിലായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹം പറയുന്നതിനെ എതിർക്കാൻ ഇഷ്ടമായിരുന്നില്ല. عن مجاهد قال دخلت أنا وعروة ابن الزبير المسجد فإذا عبد الله بن عمر جالس إلى حجرة عائشة وإذا أناس يصلون في المسجد صلاة الضحى قال فسألنا عن صلاتهم قال بدعة. അപ്പോൾ അവരാ നമസ്കരിച്ചുകൊണ്ടിരുന്ന നമസ്കാരം ബിദ്അത്താണ്, ഒരു ഇല്ലാത്തൊരു നമസ്കാരമാണ് എന്നാണ് പറയുന്നത്. ثم قال له كما اعتمر النبي صلى الله عليه وسلم قال 4 إحداهن في رجب فكرهنا أن نرد عليه. ആയിഷ റളിയല്ലാഹു അൻഹ നല്ല വിശ്വാസികളുടെ മാതാവ്, അവരുടെ താമസ സ്ഥലത്ത് വെച്ച് പല്ല് തേച്ചു സിവാക്ക് ഉപയോഗിച്ചിട്ട്. ഉർവ പറയുന്നു, അല്ലയോ ഉമ്മ, അല്ലയോ വിശ്വാസികളുടെ മാതാവേ, ഈ അബു അബ്ദുറഹ്മാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു എന്താവും പറഞ്ഞത്? ഉർവ പറഞ്ഞു, അവൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ 4 തവണ ചെയ്തു, അതിലൊരെണ്ണം റജബ് മാസത്തിലായിരുന്നു. ആയിഷ പറഞ്ഞു, അള്ളാഹു കരുണ കാണിക്കട്ടെ അബു അബ്ദുറഹ്മാൻ്റെ മുകളിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോടൊപ്പം അല്ലാതെ ഒരിക്കലും ഉംറ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന അബു അബ്ദുറഹ്മാനോടൊപ്പം ആയിരിക്കണം. പിന്നെ റജബ് മാസത്തിൽ ഉംറ ചെയ്തിട്ടേ ഇല്ല. قال سمعنا استنان عائشة أم المؤمنين في الحجرة فقال عروة يا أماه ألا تسمعين ما يقول أبو عبد الرحمن؟ قالت عائشة ما يقول؟ قال يقول إن رسول الله صلى الله عليه وسلم اعتمر 4 مرات إحداهن في رجب. قالت يرحم الله أبا عبد الرحمن ما اعتمر عمرة إلا وهو شاهده وما اعتمر في رجب قط. ഉർവ ബിൻ അസ്സുബൈർ വിശദീകരിക്കുന്നു, ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ ചെയ്തിട്ടുണ്ടോ എന്ന്. അവർ മറുപടി പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബിൽ ഉംറ ചെയ്തിട്ടില്ല. عن عروة بن الزبير قال سألت عائشة رضي الله عنها قالت ما اعتمر رسول الله صلى الله عليه وسلم في رجب. ഖതാദ വിശദീകരിക്കുന്നു, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം ഉംറ ചെയ്തിട്ടുണ്ട്? അദ്ദേഹം പറഞ്ഞു 4 പ്രാവശ്യം. ഹുദൈബിയയുടെ ഉംറ, അതായത് അവിടെ ചെന്നു മുശ്രിക്കുകൾ അവരെ തടഞ്ഞു, മക്കയിലേക്ക് കയറാൻ സമ്മതിച്ചില്ല. അവസാനം അവിടെ നിന്ന് തന്നെ തിരിച്ച് പോന്നു. അത് ദുൽഖഅദ മാസത്തിലായിരുന്നു. അടുത്ത കൊല്ലം ദുൽഖഅദയിൽ ഉംറ ചെയ്തു. സമാധാന സന്ധി നിലനിൽക്കുന്നുണ്ട്, ആ ഹുദൈബിയ സന്ധി ഉള്ളതുകൊണ്ട് മുശ്രിക്കുകളുമായിട്ട്. 3ാമത്തെ ഉംറ അൽ ജീറാനയിൽ നിന്നാണ്. അദ്ദേഹം അവിടെ യുദ്ധമുതലുകൾ ഉണ്ടായിരുന്നതെല്ലാം വിതരണം ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഹുനൈൻ യുദ്ധത്തിൽ നിന്നുള്ള യുദ്ധമുതലുകൾ എന്നായിരിക്കും. ഉംറ ഹജ്ജിനോടൊപ്പം ഹജ്ജത്തുൽ വദാ ഞാൻ ചോദിച്ചു അതിൽ എത്ര പ്രാവശ്യം അദ്ദേഹം ഹജ്ജ് ചെയ്തു?
അനസ് മറുപടി പറഞ്ഞു, ഒരു പ്രാവശ്യം. عن قتادة سألت أنس رضي الله عنه كم اعتمر النبي صلى الله عليه وسلم قال 4 عمرة الحديبية في ذي القعدة حيث صده المشركون وعمرة من العام المقبل في ذي القعدة حيث صالحهم وعمرة الجيرانة إذ قسم غنيمة ഉറാഹു ഹുനൈൻ കുൽത്തു കം ഹജ്ജ് കാല വാഹിദത്തൻ. നമ്മളെല്ലാവരും ഭയങ്കര ഭാഗ്യവാന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മക്കക്കാരനായിരുന്നിട്ട് കൂടി തൊട്ടടുത്ത രാജ്യമായ മദീനയിൽ താമസിച്ചിട്ട് കൂടി ആകെ ഒരു ഹജ്ജേ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് പലർക്കൊക്കെ ഒന്നിൽ കൂടുതൽ ചെയ്യാൻ പറ്റാറുണ്ട്. വെറും 4 ഉംറയാണ് റസൂൽ ചെയ്ത്. നമ്മളിൽ പലരും ഒരുപാട് ചെയ്തവരുണ്ടാവും, അതിൽ ചെയ്യാൻ കഴിവുള്ളവർ ഉണ്ടാവും, എന്നിട്ടും ചെയ്യാത്തവർ. നമ്മളെല്ലാവരും അള്ളാഹു രക്ഷിക്കട്ടെ, ആമീൻ. ഖതാദ വിശദീകരിക്കുന്നു, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയെ പറ്റി. അദ്ദേഹം മറുപടി പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ചെയ്തു. മുശ്രിക്കുകൾ അദ്ദേഹത്തിനെ തടഞ്ഞ് തിരിച്ചുവിട്ടപ്പോൾ. അടുത്ത കൊല്ലം ഹുദൈബിയയുടെ ഉംറ ചെയ്തു. പിന്നെ ദുൽഖഅദയിൽ ഒരു ഉംറ ചെയ്തു. പിന്നെ ഹജ്ജിൻ്റെ കൂടെ സംയുക്തമായിട്ട് ഒരു ഉംറ ചെയ്തു. സഅൽതു അനസ് റളിയല്ലാഹു അൻഹു ഖാല യഅ്തമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു റദ്ദൂഹു വമിനൽ ഖാബിലി ഉംറത്തൽ ഹുദൈബിയ്യതി വഉംറതൻ ഫിൽ ഖഅബദതി വഉംറതൻ മഅ ഹജ്ജതിഹി. ഹമ്മാമ വിശദീകരിക്കുന്നു, ഖതാദ പറഞ്ഞതായിട്ട് അനസ് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 4 ഉംറകൾ ചെയ്തു. 3 ദുൽഖഅദയിലാണ്, 1 മാത്രം ഹജ്ജിൻ്റെ ഒപ്പം ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അൽ ഹുദൈബിയയിൽ നിന്നുള്ള ഉംറ, പിന്നെ അടുത്ത കൊല്ലത്തെ ഉംറ, പിന്നെ അൽ ജീറാനയിൽ നിന്നുള്ള ഉംറ, അവിടെ അദ്ദേഹം യുദ്ധമുതലുകൾ വിതരണം ചെയ്തിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ നിന്നുള്ള. പിന്നെയുള്ളത് ഹജ്ജിൻ്റെ കൂടെ ചെയ്ത ഉംറ ആയിരുന്നു. حدثنا همام وقال اعتمر 4 عمر في ذي القعدة إلا التي اعتمر مع حجته وعمرته من الحديبية ومن العام المقبل ومن الجعرانة حيث قسم غناء حنين وعمرة مع حجته. അബൂ ഇസ്ഹാഖ് വിശദീകരിക്കുന്നു, ഞാൻ മസ്റൂഖിനോടും അതായിനോടും മുജാഹിദിനോടും ചോദിച്ചു അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉംറയെ പറ്റി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ദുൽഖഅദയിൽ ചെയ്തിട്ടുണ്ട് ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ അൽബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ ദുൽഖഅദയിൽ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഹജ്ജിന് മുമ്പ്. അൻ അബി ഇസ്ഹാഖ ഖാല സഅൽതു മസ്റൂഖൻ وعطاء ومجاهدا فقالوا اعتمر رسول الله صلى الله عليه وسلم في ذي القعدة قبل أن يحج. وقال سمعت البراء بن عازب رضي الله عنهما يقول اعتمر رسول الله صلى الله عليه وسلم في ذي القعدة قبل أن يحج مرتين. റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഉംറത്തിൻ ഫി റമളാൻ. അതാ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരി സ്ത്രീയോട് ചോദിച്ചു. ഇബ്നു അബ്ബാസ് ആ സ്ത്രീയുടെ പേര് പറഞ്ഞിരുന്നു, പക്ഷെ ആ പേര് മറന്നുപോയി. ഞങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ എന്താണ് നിന്നെ തടഞ്ഞത്, എന്താ നീ ഞങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യായിരുന്നത് എന്ന് ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഒട്ടകം ഉണ്ട്, പിന്നെ ഇന്നയാളുടെ വാപ്പായും പിന്നെ അയാളുടെ മകനും, അതായത് അവരുടെ തന്നെ ഭർത്താവിനെയും മകനെയാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർ 2 പേരും ഒട്ടകങ്ങളെ കൊണ്ടുപോയി. പിന്നെ ആകെയുള്ള ഒരു ഒട്ടകം എന്ന് പറയുന്നത് അവിടെ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ഒട്ടകമാണ്. അപ്പോൾ കിണറ്റിൽ നിന്ന് വല്ല വെള്ളം വലിച്ചു കയറ്റുന്നു എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ വെള്ളം വേറെ എവിടെയെങ്കിലും ദൂരെ നിന്ന് കോരി ചുമന്നുകൊണ്ട് വരുന്നതായിരിക്കും, ഇപ്പോഴത്തെ ടാങ്കർ ലോറി പോലത്തെ പരിപാടി. അപ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവളോട്, റമളാൻ വരുമ്പോൾ നീ പോയി ഉംറ ചെയ്തോ, കാരണം റമളാനിലുള്ള ഉംറ എന്ന് പറയുന്ന ഹജ്ജിന് തുല്യമാണ് കൂലിയുടെ കാര്യത്തിൽ, സ്ഥാനത്തിലല്ല, കൂലിയിൽ ഹജ്ജിൻ്റെ കൂലി കിട്ടും. അല്ലെങ്കിൽ അതുപോലത്തെ തത്തുല്യമായ അല്ലെങ്കിൽ സമാനമായ എന്തോ ആണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊക്കെ ഒരു എളുപ്പ വഴിയുണ്ട്, ഹജ്ജ് ചെയ്യാൻ പറ്റാത്തവർക്ക് റമളാനിൽ ഉംറ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. عن عطاء قال سمعت ابن عباس رضي الله عنهما يخبرنا يقول قال رسول الله صلى الله عليه وسلم لامرأة من الأنصار سماها ابن عباس فنسيت اسمها ما منعك أن تحجي معنا قالت كان لنا ناضح فركبه أبو فلان وابنه لزوجها وابنها وترك ناضحة ننصبح عليه قال فإذا كان رمضان اعتمري فيه فإن عمرة في رمضان حجة أو نحو مما قال.
അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.